നമസ്കാരം എല്ലാ കുട്ടികൾക്കും ഗിരീഷ് സാറാണ്. പ്ലസ് ടു സേ ദിവസങ്ങൾ കുറഞ്ഞു വരികയാണ്. എല്ലാ സബ്ജക്റ്റും പോയിട്ടുള്ള കുട്ടികളുണ്ട്. എന്നാൽ 3 വിഷയങ്ങൾ കൂടുതൽ പോയേക്കുന്ന ഒരുപാട് പേര് 3 വിഷയങ്ങൾ പോയി ഫിസിക്സ് കെമിസ്ട്രി മാത്സ് അല്ലെങ്കിൽ ഫിസിക്സ് കെമിസ്ട്രി ബയോളജി അങ്ങനെ പോയേക്കുന്നവരുണ്ട്. സയൻസിൽ കൊമേഴ്സിലും ഹ്യൂമാനിറ്റീസിലും അങ്ങനെ പോയിട്ടുള്ളവരുണ്ട്. നമുക്ക് എല്ലാ ദിവസവും പുത്തൻ ബാച്ചസ് അവൈലബിൾ ആണ്. നിങ്ങൾക്ക് ഏത് ദിവസവും ഓൺലൈൻ ബാച്ചസിൽ ചേരാം. ഞാൻ പറഞ്ഞു വരുന്നത് കെമിസ്ട്രി ഏറ്റവും കൂടുതൽ 2025 ഏറ്റവും കൂടുതൽ പ്ലസ് ടുക്കാർക്ക് ഫെയിലായൊരു സബ്ജക്റ്റാണ് കെമിസ്ട്രി. നമ്മളെ സംബന്ധിച്ചിടത്തോളം വളരെ സത്യസന്ധമായി നിങ്ങളൊന്ന് അപ്രോച്ച് ചെയ്ത് നോക്കിയാൽ 2 ടെക്സ്റ്റ് മൊത്തം പഠിച്ച് ഈ 10, 18, 20 ദിവസം കൊണ്ട് നമുക്ക് തീർക്കാൻ പറ്റും? ഒരിക്കലുമില്ല. യഥാർത്ഥത്തിൽ നമുക്ക് വേണ്ടെന്തുവാ ക്യാപ്സൂളായിട്ടുള്ള ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്ലാസ്സുകളാണ് കെമിസ്ട്രി. അന്നേരം വാരി വലിച്ചു പഠിച്ചാലൊന്നും ഒരിക്കലും നമുക്ക് തീർക്കാൻ പറ്റത്തില്ല എന്നുള്ളത് സംശയം വേണ്ട. അന്നേരം നിങ്ങൾക്ക് ഇപ്പോൾ ഓർഗാനിക്കിൻ്റെ 5 ചാപ്റ്റർ ഉണ്ട്. ഈ 5 ചാപ്റ്റർ ഓരോരോ മണിക്കൂറായിട്ട് അല്ലെങ്കിൽ 3/4 മണിക്കൂർ മൊത്തത്തിൽ 4 മണിക്കൂർ. ഇപ്പോൾ എൻ്റെ ക്ലാസ്സിലാണെങ്കിൽ 4 മണിക്കൂർ കാണത്തുള്ളൂ ഓർഗാനിക് മൊത്തം. ആ 4 മണിക്കൂർ പഠിച്ചാൽ നമുക്ക് അത്യാവശ്യം ഒരു 10-30 മാർക്കിനുള്ളത് അത്യാവശ്യം ഓക്കെയാണ്. ബാക്കിയുള്ള ഇനോർഗാനിക് പോർഷൻസിലുള്ള ആദ്യത്തെ ചാപ്റ്ററിൽ നിന്നൊക്കെ ഏകദേശം ഒരു 2-3 മണിക്കൂർ മൊത്തത്തിൽ ഒരു 7 മണിക്കൂർ ക്ലാസ്സിൽ മൊത്തത്തിൽ കാണത്തുള്ളൂ. അതിൽ ഒരു ദിവസം 1.5 മണിക്കൂർ അല്ലെങ്കിൽ 1 മണിക്കൂർ പഠിച്ച പോലെ 7 ദിവസം കൊണ്ട് തീർക്കാം. ഈ ഒരു രീതി നിങ്ങളും മൊത്തത്തിൽ നോക്കിയാൽ എളുപ്പമല്ലേ നിങ്ങൾക്ക് പഠിച്ചു തീർക്കാനും ജയിക്കാനും ഉറപ്പിച്ച് ജയിക്കുകയും ചെയ്യാം. ഇത് തന്നെയാണ് ഫിസിക്സിനും, ഇത് തന്നെയാണ് മാത്സിനും. ഒരിക്കലും എല്ലാം 2 ടെക്സ്റ്റ് വീതമുണ്ട്, ഇതൊന്നും നടക്കത്തില്ല. ഈ രീതിയിൽ ഇമ്പോർട്ടൻ്റ് ക്വസ്റ്റ്യൻസും കാര്യങ്ങളും നിങ്ങൾക്ക് കിട്ടിക്കഴിഞ്ഞാൽ ഏത് കുട്ടിയും ജയിക്കും, ടെൻഷനും ഇല്ല. അല്ലെങ്കിൽ അത് പഠിച്ചു ആവണ്ട ഇത് പഠിച്ചിട്ട് ഇത് നോക്കിക്കഴിയുമ്പം അത് മറന്നുപോയി. നിങ്ങൾക്ക് മനസ്സിലാകും, കൃത്യമായിട്ട് അങ്ങനെ തന്നെ ആയിരിക്കും. ഓർഗാനിക്കിൻ്റെ അല്ലെങ്കിൽ ഫിസിക്സിൻ്റെ ഒരു ഡെറിവേഷൻ കഴിഞ്ഞിട്ട് ഇത് നോക്കിക്കഴിയുമ്പം, കാരണം ഇത് റെഗുലർ കുട്ടികൾക്കും അങ്ങനെ തന്നെയാണ്. പക്ഷെ നമുക്കിത് പരിമിതമായ സമയം മാത്രമേ ഉള്ളൂ. ആ സമയപരിധിക്കുള്ളിൽ ഈ ഒരു രീതി നിങ്ങൾ മെത്തേഡ് കൃത്യമായിട്ടും പാലിച്ചു പോയാൽ നിങ്ങൾക്ക് ഉറപ്പായിട്ടും ഈ ജൂൺ 23 നടക്കുന്ന പരീക്ഷയ്ക്ക് ഏത് സബ്ജക്ട്സിനും, അത് സയൻസ് ആയിക്കോട്ടെ, ഞാൻ ഒരു കെമിസ്ട്രി ഒരു ഉദാഹരണമായിട്ട് പറഞ്ഞതേ ഉള്ളൂ, ഹ്യൂമാനിറ്റീസ് ആയിക്കോട്ടെ കൊമേഴ്സ് ആയിക്കോട്ടെ, നിങ്ങൾക്ക് ജയിക്കാൻ എളുപ്പമാണ്. അന്നേരം ടെൻഷൻ ഇല്ലാതെ ജയിക്കാൻ നോക്കുക. ഓൺലൈൻ ബാച്ചസ് നമുക്ക് എല്ലാ ദിവസവും അവൈലബിൾ ആണ്. നിങ്ങളുടെ പേര്, ഡിസ്ട്രിക്റ്റ്, വാട്സ് നമ്പർ, ഏതൊക്കെ സബ്ജക്ട്സ് ആണ് കൃത്യമായിട്ട് കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാം. നല്ല ഒന്നാന്തരമായിട്ട് പഠിച്ച് ലൈവ് ക്ലാസ്സുകളും റെക്കോർഡ് ക്ലാസ്സുകളും എല്ലാ ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസും എല്ലാ ഫെസിലിറ്റീസും കിട്ടും. ഓക്കെ, അന്നേരം പഠിക്കുമ്പോൾ ഇങ്ങനെ കൃത്യമായിട്ട് പഠിക്കുക. ഡീറ്റെയിൽഡ് സ്റ്റഡിയുടെ ആവശ്യം ഇപ്പം നിങ്ങൾക്കില്ല. ഈ രീതിയിൽ പോവുക. ഓക്കെ, നെവർ എവർ ഗിവ് അപ്പ്.